യേശുവിൽ പ്രിയപ്പെട്ടവരെ, പിതാവായ ദൈവം മനുഷ്യകുലത്തിന് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് അവിടുത്തെ പുത്രനായ ഈശോ. ആ ഈശോ ദിവ്യകാരുണ്യമായി നമ്മുടെ കൂടെ വസിച്ച് നമ്മളെ സ്നേഹിച്ച് പരിപാലിക്കുന്നു. രണ്ടാമത്തെ സമ്മാനമാണ് പരിശുദ്ധ കന്യാമറിയം ഈശോയുടെ അമ്മയെ നമുക്കും അമ്മയായി നൽകി. ആ അമ്മയുടെ ജനനത്തിരുന്നാൾ ആചരിക്കുമ്പോൾ അമ്മയാകുന്ന ഭാഗ്യത്തെ ഓർത്ത് സന്തോഷിക്കാൻ ദൈവത്തിന് നന്ദി പറയാം. അമ്മ നമുക്ക് മാതൃകയാണ്, പ്രചോദനമാണ്. ഏതൊരു സ്ത്രീയും തൻ്റെ മകനെക്കുറിച്ചുള്ള കാര്യങ്ങൾ, തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള നല്ല കാര്യങ്ങളൊക്കെ മറ്റുള്ളവരോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്, അത് പറയാറുമുണ്ട്. നമ്മളും പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ നല്ല കാര്യങ്ങൾ കുറച്ചും കൂടെ കൊട്ടിഘോഷിച്ച് നടക്കാൻ ശ്രമിക്കാറുണ്ട്. പലപ്പോഴും സംസാരത്തിൽ നമുക്ക് പിഴവുകളും വരാറുണ്ട്. എന്നാൽ പരിശുദ്ധ കന്യാമറിയം നമുക്ക് തരുന്ന പ്രചോദനം അവിടുന്ന് ഒന്നും പറഞ്ഞു നടന്നില്ല. എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ച് അവിടെയുള്ള ദൈവത്തിൻ്റെ തൃക്കരം, ദൈവത്തിൻ്റെ പദ്ധതി മനസ്സിലാക്കുകയായിരുന്നു. അമ്മ തരുന്ന മാതൃക നമുക്ക് പ്രചോദനമായി സ്വീകരിക്കാം. നമ്മുടെ ജീവിതത്തിലെ എല്ലാ സംഭവങ്ങളെക്കുറിച്ചും ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും അതിലൂടെ വെളിവാകുന്ന ദൈവ തൃക്കരം മനസ്സിലാക്കാനും നമുക്ക് സാധിക്കട്ടെ. അമ്മ നമുക്കായി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളെ സംരക്ഷിച്ച് പരിപാലിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.